ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കൊല്ലൂർ മൂകാംബിക വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് കുടയാദ്രി. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ജോഗ് ഫാള്. ജോഗ് ഫാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും ഹയ്യസ്റ്റ് വാട്ടർഫാൾസാണ്. അപ്പോൾ അതിലെ ഏറ്റവും ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഏറ്റവും എളുപ്പത്തിലെത്താൻ പറ്റുന്നൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കൊല്ലൂരിൽ നിന്നും കുടയാദ്രി റൂട്ടിൽ വന്നിട്ട് നെട്ടൂർ കഴിഞ്ഞ് നേരെ നമ്മൾ സാഗർക്ക് പോകുന്ന റൂട്ടുണ്ട്. ആ റൂട്ടിലെ ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ അടകോടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ അടകോടി എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നൊരു ലൊക്കേഷനാണ് ഇപ്പം എൻ്റെ ഈ പുറകിൽ കാണുന്നത്. അതായത് ഡാമിൻ്റെ മുഴുവനായിട്ടും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പുതിയൊരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള ഒരു യാത്രാ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചാണ്. ലോഞ്ചിൽ നമ്മുടെ വണ്ടി അടക്കം നമുക്ക് അതിൽ കയറ്റി അക്കരെ പോകാൻ വേണ്ടി പറ്റും. അക്കരെ പോയി കഴിഞ്ഞാൽ ഉൽദാർമാനെ എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ സാഗരെത്തും. ഈ സാഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ജോഗ് ഫാൾ എത്താം. അപ്പോൾ അടിപൊളി റൂട്ടും അടിപൊളി ഭംഗിയുള്ള കാഴ്ചയൊക്കെ കണ്ട് ഇതിലെ വഴി പോകാൻ വേണ്ടി പറ്റും. സാധാരണ വരുന്നവരൊക്കെ ഇതിലെ വരാറില്ല, പക്ഷേ ഇതൊരു അടിപൊളി ലൊക്കേഷനാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ കൂടെ പോകുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഒരു പുറകിൽ കാണുന്ന കാഴ്ച തന്നെ നമുക്കറിയാം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ ഇതിലിടുന്നതായിരിക്കും. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഈ വഴി ഇനി വരുന്നവർ കൊല്ലൂർ മൂകാംബിക സന്ദർശിച്ച് ഇവിടെ 2-3 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വരുന്നവർ ഈ വഴി ജോഗ് ഫാളൊക്കെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ജോഗ് ഫാൾ പോകുന്നവർ നമ്മൾ അടകോടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് തെറ്റാതെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ് ഹൊസ്നഗര എന്നൊക്കെ പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ നഗര ഫോർട്ട് എന്ന് പറയുന്നൊരു സംഭവം കൂടി നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതും കൂടി കാണാൻ വേണമെങ്കിൽ നമുക്ക് ഇതിലെ വരാത്തവർക്ക് അതിലെ പോയാൽ നഗര ഫോർട്ട് കണ്ടിട്ട് നമുക്ക് അതിലേ കൂടെ അങ്ങനെ പോയി നേരെ സാഗർ എത്തും. സാഗറിൽ നിന്നാണ് പിന്നെ നമ്മൾ ഇവിടത്തേക്ക് പോകുന്നത്, നമ്മുടെ ജോഗ് ഫാളിലേക്ക്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ്, നല്ലൊരു റൂട്ടാണ്. കാരണം ഇവിടെ പൂർണ്ണമായിട്ടും നമ്മുടെ ഡാമിൻ്റെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. ഇനി ഇവിടുന്ന് നമ്മൾ ഉൽദാർമലയിൽ നിന്ന് നമ്മൾ സാഗർ പോകാതെ നമ്മൾ ലെഫ്റ്റ് തെറ്റിക്കഴിഞ്ഞാൽ ശിഖന്തൂർ എന്ന് പറഞ്ഞൊരു നല്ലൊരു അമ്പലമുണ്ട്, അവിടെ പോകാം. അവിടെയും പോകുന്നത് ഇതുപോലെ ലോഞ്ച് കടന്ന് വേണം, വേറൊരു ലോഞ്ച് കടന്ന് വേണം നമ്മൾ ശിഖന്തൂർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നല്ലൊരു ലൊക്കേഷനാണ്. ഇത് മൊത്തത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി മനസ്സിലാവും. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കൊല്ലൂർ പോകുന്നവർ, കുടയാത്രയൊക്കെ പോകുന്നവർ ഈ വഴിയൊക്കെ വന്നൊന്ന് സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നല്ല അടിപൊളി ലൊക്കേഷനായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും.
ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ജോഗ് ഫാൾസിലാണ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ജോഗ് ഫാൾസ്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ കൊല്ലൂർ വന്നു കഴിഞ്ഞാൽ കൊല്ലൂരിൽ നിന്ന് ഇത് സ്ഥിതി ചെയ്യുന്നത് സാഗര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് താളുകുപ്പ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നത് മുരുടേശ്വരം പോകാൻ പറ്റും. അതുപോലെ ഹുബ്ബളി, കാർവാർ ഇവിടെയൊക്കെ പോകുന്നതിൻ്റെ ഒരു റൂട്ടാണിത്. അപ്പോൾ നമുക്ക് കൊല്ലൂർ വന്നു കഴിഞ്ഞാൽ കൊല്ലൂർ നേരെ സാഗര വരാം. സാഗരയിൽ നിന്ന് നമുക്ക് ജോഗ് ഫാൾ വരാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ കുടയാദ്രി പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരാൻ വേണ്ടി പറ്റും. ഇനി വേറെ ഓപ്ഷൻ എന്ന് വെച്ചാൽ കൊല്ലൂർ വരാതെ നമ്മൾ ഉടുപ്പി വഴി വരാം. ഇനി അതല്ലെങ്കിൽ കുന്താവര വഴി വരാം. ഇനി അതല്ലെങ്കിൽ ആകുമ്പേ വന്നിട്ട് ഷിമോഗ അങ്ങനെ വരാം. അപ്പോൾ ഇതൊക്കെയാണ് സാഗരയിലേക്ക് വരാനുള്ള നമ്മുടെ നിയറസ്റ്റ് വഴികൾ എന്ന് പറയുന്നത്. അത് സാഗര വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോഗ് ഫാൾ വന്നിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റ് ആണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇതൊക്കെയാണ് ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത്. ഇപ്പം ജൂണാണ്. ജൂണിൽ വെള്ളം കുറവാണ്. അത്യാവശ്യം മഴ കിട്ടിയതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്. പക്ഷെ ഇവിടെ ഒരുപാട് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ താഴത്തേക്ക് നമ്മളെ കടത്തി വിടുന്നില്ല. ഇതിൻ്റെ അടുത്ത് വരെ നമുക്ക് പോയി കാണാൻ വേണ്ട ഓപ്ഷൻ ഉണ്ട്. താഴെ വരെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇപ്പം മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്, അവിടെ വിടുന്നില്ല. അപ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയൊരു ഡാം കാണാൻ പറ്റും. പിന്നെ കുറച്ച് മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ടിങ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ പറഞ്ഞ ജോഗ് ഫാൾസ്. അപ്പോൾ ഇത് വളരെ ഹൈറ്റിൽ നിന്നും വീഴുന്നൊരു വെള്ളച്ചാട്ടമാണ് എന്താ പറയുക ജോഗ് ഫാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ കർണാടകയിൽ തന്നെ, അതായത് ഏഷ്യയിലെ തന്നെ ഒരു ഹയസ്റ്റ് വാട്ടർഫാൾസ് ആണ് ശരിക്കും ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ ഇത് 3 വെള്ളച്ചാട്ടമായിട്ടാണ് ഇത് വരുന്നത്. അതായത് റോറ, റാണി, റോക്കറ്റ് എന്ന് ഈ 3 പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷെ ഇപ്പം സീസൺ എന്ന് വെച്ചാൽ എന്നാലും ഇത്രയും അത്യാവശ്യം വെള്ളമുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ജൂൺ മാസത്തിലൂടെ മെയ് മാസത്തിൽ അത്യാവശ്യം മഴ കിട്ടിയതുകൊണ്ടാണ് ഇത്രയും വെള്ളമുള്ളത്. ജൂലൈ, ഓഗസ്റ്റാണ് ഇതിൻ്റെ ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത്. നിലവിൽ ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്കും വെള്ളം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട്. നല്ല ഒരു ശരാവതി നദിയിലെ മാറ്റം വരുന്നതാണിത്. അപ്പോൾ അതിൻ്റെ ഒരു പീക്ക് ടൈം അല്ല ഇപ്പോൾ. എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ടൂറിസ്റ്റുകളുണ്ട്. മാത്രമല്ല ഇവിടെ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എല്ലാം പ്രവൃത്തികൾ നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ കണ്ടില്ല, വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വരുന്നുള്ളൂ. മുമ്പ് ഉണ്ടായിരുന്നൊക്കെ മാറ്റി റെഡിയായി വരുന്നേ ഉള്ളൂ. നല്ലൊരു എന്താ പറയുക, കർണാടക വിസിറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. അതായത് മൺസൂണിൽ നല്ലൊരു ഭംഗിയിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വാട്ടർഫാൾസാണ്. അപ്പോൾ നമ്മുടെ ഈ സൈഡിലായിട്ട് റിസോർട്ടോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ റിസോർട്ടുണ്ട്. ഇതൊരു വാട്ടർഫാൾസ് മാത്രം നേരെ നമുക്ക് വിസിബിൾ അല്ല. ഒരു പാറേൻ്റെ പകുതിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ അത്രയും സംഭവമാണ് ഈ ജോഗ് ഫാൾസിലുള്ളത്. കാണാൻ വരുന്നവർ ഓഗസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടെങ്കിൽ, നല്ല രീതിയിൽ മഴയുണ്ടെങ്കിൽ നല്ലൊരു വാട്ടർഫാൾസായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വെച്ചാൽ നമ്മളിതൊരു വലിയൊരു കുഴിയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഇപ്പോൾ കടത്തി വിടുന്നില്ല. ലോങ്ങിലൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ടായിരുന്നു വേറെ. പിന്നെ തൊട്ടപ്പുറത്തൊരു ഡാമും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ നിലവിൽ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം ഇവർ എന്താ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളിവിടെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ 20 രൂപയാണ് ടിക്കറ്റ് ഇതിനകത്ത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ചൊരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ല. അപ്പോൾ അവിടെയും പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജോഗ് ഫാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് അതൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ മുരുടേശ്വരമാണെങ്കിൽ നമുക്ക് മുരുടേശ്വരം പോകാം. അതായത് നമ്മൾ കൊല്ലൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലൂരിൽ നിന്നും ജോഗ് ഫാൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോഗ് ഫാൾ കണ്ട് നമുക്ക് ഇവിടുന്ന് നേരെ മുരുടേശ്വരം കൂടി പോയി ഒരു ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.